1000 കണ്ണുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു അത്ഭുത പക്ഷിയാണ് നമ്മുടെ മയിൽ. മയിൽ പീലി വിടർത്തി ആടുമ്പോൾ മാത്രമാണ് ഓരോ പീലിയിലും മയിൽ കണ്ണുകൾ തെളിയുന്നത്. മഴ പെയ്യാൻ തുടിക്കുന്ന വർഷമേഘ നിഴൽസ്പർശം ഇക്കിളിയിടുമ്പോഴാണ് മയിൽ തൻ്റെ ഉൾപ്പുളകത്തള്ളലിൽ പീലി വിടർത്തി ആടിത്തിമിർക്കുന്നത് എന്ന ഒരു കാവ്യഭാഷ്യമുണ്ട്. ഇതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യനും. ഉള്ളുണരുന്ന മനുഷ്യചേതന വിടർന്നാടുമ്പോൾ അപാര സാധ്യതകളുടെ 1000 കണ്ണുകൾ കൊണ്ട് ജീവിതം കാണുവാൻ പ്രപഞ്ച ദർശനം സാധ്യമാക്കാൻ കഴിയുന്ന വ്യക്തികളെയാണ് മഹാപ്രതിഭകൾ എന്ന് നാം വിളിക്കുക. ചേതനയുണർന്ന് വിടർന്നാടുന്ന മയിലിനെ പോലെ നമുക്കും കണ്ണുകളൊന്ന് തുറക്കാം. ഉൾക്കണ്ണ് തുറന്ന് ദർശിക്കാം. പീലി വിടരാത്ത മിഴികളിൽ കാഴ്ച പൂർണ്ണമാകില്ല. പാതിയടഞ്ഞ മിഴികൾ വിവശതയുടെ ചിഹ്നമാണ്. രോഗവിവശതയാകാം, അല്ലെങ്കിൽ രാഗവിവശതയുമാകാം. രണ്ടും അപൂർണ ദർശനം മാത്രമാണ് നമുക്ക് തരുന്നത്. മിഴിപ്പീലിത്തുമ്പിലെ ദുരിത മഴത്തുള്ളികളുടെ ഭാരം താങ്ങാനാവാതെ പാതിയടഞ്ഞ ജീവിതങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് മിഴി മുഴുവൻ തുറക്കാം. അയൽക്കാരൻ്റെ കണ്ണുനീർ തുള്ളി കൊണ്ട് നമ്മുടെ കാഴ്ചകളെ കഴുകി ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ സ്വാർത്ഥ വിമുക്തമാക്കാം. കാരണം ഉൾമിഴി വിടരാത്ത എൻ്റെ മൊഴികളിൽ കാഴ്ച മാത്രമല്ല, കാഴ്ചപ്പാടുകളും ഉണ്ടാവണമല്ലോ. കാരണം ഉൾമിഴി വിടരാത്ത എൻ്റെ മൊഴികളിൽ കാഴ്ച മാത്രമല്ല, കാഴ്ചപ്പാടുകളും ഉണ്ടാവില്ലല്ലോ. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ എൻ്റെ കാഴ്ച തെളിയണം. അവരെൻ്റെ നന്മകൾ കണ്ടറിയാം. മനുഷ്യനെ മനുഷ്യനായി കാണാൻ എൻ്റെ കാഴ്ച തെളിയണം. അവരെൻ്റെ നന്മകൾ കണ്ടറിയാം, അംഗീകരിക്കാം. പ്രഭാതത്തിൻ്റെ മനോഹാരിതയും പ്രദോഷത്തിൻ്റെ വിശാലതയിലും മിഴിവിടർത്താം. ഒരു വാതിലടയുമ്പോൾ എനിക്കായി ഈശ്വരൻ തുറന്നിട്ടിരിക്കുന്ന 1000 വാതിലുകളിൽ ഒന്നെങ്കിലും കാണാൻ മാത്രം വിടരട്ടെ ഓരോ മിഴിയും. മിഴിയടഞ്ഞാൽ വഴിയടയും, മിഴി തന്നെ വഴിയും. ബൈബിളിൽ മത്തായി സുവിശേഷകൻ പറഞ്ഞു വെക്കുന്നുണ്ട്, ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു. അങ്ങനെ നിന്റെ കണ്ണ് നല്ലതായാൽ നിന്റെ ശരീരം മുഴുവൻ വെളിച്ചമുള്ളതായിരിക്കും. എന്നാൽ നിന്റെ കണ്ണ് ദുഷ്ടമായാൽ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. Our sight determines whether our life is filled with light or darkness. നോട്ടം പോസിറ്റീവ് ആകട്ടെ, പ്രശ്നങ്ങൾ അവസരങ്ങളാകട്ടെ, തടസ്സങ്ങൾ പാഠങ്ങളാവട്ടെ, ജീവിതം ഒരു അനുഗ്രഹമായി മാറട്ടെ. അതുകൊണ്ട് ലോകത്തെ മാറ്റേണ്ടതില്ല, നോട്ടം മാറ്റിയാൽ മതി. കാഴ്ചയല്ല, കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്.